കഴിഞ്ഞ പ്രാവശ്യം ഈ ബിരിയാണി ബോക്സിലാക്കി കൊടുത്തപ്പോൾ ഒരുപാട് കംപ്ലയിൻറ്റ് ഉണ്ട് കേട്ടോ, ബ്ലാക്ക് ബോക്സിൽ കൊടുത്തതിനെ കൊണ്ട്. അപ്പോൾ ബ്ലാക്ക് ബോക്സ് കസ്റ്റമർ എന്നെ കൊണ്ടുവന്ന് തന്നാണ്, എനിക്കിത് എടുക്കാൻ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞതിനെ കൊണ്ട്. ഇപ്പോൾ അതാ നമ്മളിതാ ഫോയിൽ പേപ്പറിൻ്റെ ആ ഒരു ബോക്സാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. മിഠായി തെരുവിലെ ഓയാസിസിൻ്റെ ഉള്ളിൽ നിന്നാണ് വാങ്ങിയത്. ഇത് പുലർച്ചെ 6 മണിക്കാണ് കേട്ടോ ഈ ഒരു ബിരിയാണീൻ്റെ ബോക്സ് സെറ്റാക്കി കൊടുക്കേണ്ടത്. അപ്പോൾ അതാ ഇവർ രണ്ടാളും ഉള്ളതുകൊണ്ട് തന്നെ എൻ്റെ പണി ഭയങ്കര ഈസിയാണ് കേട്ടോ. ഇപ്പോൾ എനിക്ക് ടെൻഷനേ ഇല്ല. നമ്മൾ വീട്ടിൽ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ നമ്മൾ ഭർത്താക്കന്മാർ കഷ്ടപ്പെടുമ്പോൾ അവർക്കൊരു ഹെൽപ്പ് ആവുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഉദ്ദേശം. അപ്പോൾ വീട്ടിലെ ചില അറ്റകുറ്റപ്പണികൾക്ക് നമ്മുടെ സഹായം, അതേപോലെ വീട്ടിലെ മറ്റുള്ള കാര്യങ്ങൾക്ക് ഈ ചിലവിന് അല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്, മറ്റുള്ള കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, വീട്ട് മെയിൻ്റനൻസ് വർക്കായാലും മറ്റുള്ള അസുഖങ്ങൾ വന്നാലായാലും മറ്റുള്ള വലിയ വലിയ കാര്യങ്ങളുണ്ടാവുമല്ലോ നമ്മളെ വീട്ടിൽ. അപ്പോൾ അതിനൊക്കെ നമ്മളെ ഒരു കൈസഹായം ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ നമുക്ക് തരിക. ഇത് രാത്രി 1 മണിക്കാണ് കേട്ടോ ഞാൻ ഈ ഒരു വർക്ക് തുടങ്ങിയിട്ടുള്ളത്. 3.5 കിലോ ബിരിയാണിയാണ്. അപ്പോൾ ഈ 30 ബോക്സിലേക്കാണ് ആക്കി കൊടുക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാനിതാ തലേന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് തന്നെ ഒരു 10-11 മണിയാണതിന് മുന്നേ തന്നെ ഞാൻ കുറേ കാര്യങ്ങൾ ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇനി ചിക്കൻ കഴുകി വരെ വെച്ചിട്ടുണ്ട് ഇനി. അപ്പോൾ അതുകൊണ്ട് എല്ലാ സാധനങ്ങളും ഇപ്പം ഉണ്ടാക്കുന്ന എല്ലാം ഞാൻ തലേന്ന് രാത്രി തന്നെ റെഡിയാക്കിയാണ്. ഉള്ളി മാത്രം എണീറ്റതിന് ശേഷമാണ് കേട്ടോ അരിഞ്ഞത്. മറ്റെന്ത് കാര്യത്തിനായാലും ഒറ്റക്ക് 10 മണിക്ക് ശേഷം പുറത്തിറങ്ങാത്ത ആളാണ് ഞാൻ. അപ്പോൾ അതായി ഒരു 2:30-3 മണിക്കൊക്കെ ഞാൻ മുറ്റത്താണ് കേട്ടോ. അപ്പോൾ അത് അടുക്കളയിൽ ബെഞ്ചിൻ്റെ മേലെ തല വെച്ചിട്ട് കാക കിടക്കുന്നുണ്ട്. കുറച്ച് സമയം കാകനെ ബുദ്ധിമുട്ടിക്കേണ്ട വിചാരിച്ചിട്ട് ലാസ്റ്റ് പാക്കിങ്ങിൻ്റെ സമയത്താണ് കേട്ടോ ഈ കാകൻ്റെ സഹായം ഞാൻ തേടിയത്. അതുവരെ കിച്ചണിൽ തന്നെ ഉണ്ടായിന്. സത്യത്തിൽ ഈ ഒരു ഫുഡ് ഉണ്ടാക്കുന്ന ഒരു ഓർഡർ കിട്ടുക എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് കേട്ടോ. അത് പൈസ കിട്ടുന്നത് മാത്രമല്ല, ഫുഡ് നല്ല സന്തോഷത്തോടെ സ്നേഹത്തോടെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കഴിക്കുന്നവർക്കും അത് നല്ല സന്തോഷമാവുമല്ലോ. അപ്പോൾ പിറ്റേന്ന് ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞ് പിറ്റേന്ന് അവർ നല്ല ഫുഡ് കഴിഞ്ഞു എന്നുള്ളൊരു അഭിപ്രായം കൂടി കേൾക്കുമുണ്ടല്ലോ, അത് ഇരട്ടി സന്തോഷം തന്നെയാണ്. വളരെയധികം കാൽക്കുലേഷനോട് കൂടി തന്നെയാണ് കേട്ടോ ഞാൻ ഈ ഒരു ബിരിയാണി സെറ്റാക്കി എടുത്തത്. പാകം ചെയ്യുന്നതായാലും ഉണ്ടാക്കുന്നതായാലും പാക്ക് ചെയ്യുന്നതായാലും ഒക്കെ ടൈം കറക്റ്റ് ആക്കിയിട്ടാണ്. 3:30 മണിയാകുമ്പോൾ ചോറ് ദമ്മിട്ട് പിന്നെ അതാ ഒരു 5 മണിയാകുമ്പോഴത്തേക്കും ഇതാ ദമ്മ് പൊളിച്ച് സെറ്റാക്കി ചോറിലൊക്കെ റെഡിയാക്കി എടുത്ത് പിന്നെ അപ്പോഴേക്കും ഇതാ ഇക്കാക്ക എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. എണീറ്റ് വരിക വെച്ചാൽ ഉറങ്ങിയിട്ടൊന്നുമില്ല, എന്നാലും ഞാൻ വിളിക്കാമെന്നാണ്. 3.5 കിലോനെന്ന് പറഞ്ഞാൽ അതൊരു ഹെവി വർക്കൊന്നുമല്ല. അപ്പോഴേക്കും ഇതാ ഞാൻ അവിടെ പണിയെടുത്തും കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ഇക്കാകെ മസാല ചായ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അത് ഞങ്ങൾ രണ്ടാളും കൂടി കുടിച്ചത് നല്ല സന്തോഷമായിട്ടോ ആ ഒരു സമയത്ത് കിട്ടിയപ്പോൾ. ചോറൊക്കെ ദമ്മിട്ടതിൻ്റെ ശേഷം ചായ കുടിച്ച് പിന്നെയാണ് ഞങ്ങൾ രണ്ടാളും കൂടി ഈ അച്ചാർ പാക്കിങ് ചെയ്ത് പിന്നെ ചോറൊക്കെ ദമ്മ് പൊളിച്ച് എന്നതിൻ്റെ ശേഷം ഈ പണി ഇക്കാക്ക തന്നെയാണ് കേട്ടോ എടുത്തത്. പാക്ക് മൂടി തുറന്ന് ഇതൊന്ന് സെറ്റാക്കി കൊടുത്തതേ ഉള്ളൂ. പിന്നെ ദമ്മ് പൊട്ടിച്ചതും ഇതിലേക്ക് ചോറ് വിളമ്പിയതും അതിനൊക്കെ എനിക്ക് ഒരു കൈ സഹായം ഉണ്ടായിനി. ഈ ഒരു ചെറിയ വരുമാനമാണെങ്കിലും അതുകൊണ്ട് തന്നെ നമുക്ക് ഭർത്താവിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതൊക്കെ തന്നെ വലിയൊരു സന്തോഷമാണ് കേട്ടോ നമ്മളെ സ്ത്രീകളെ സംബന്ധിച്ച്.